ശബരിമലയിൽ ദർശനം നടത്തിയ യുവതികളുടേത് എന്ന പേരിൽ പോലീസ് സുപ്രീം കോടതിയിൽ സമർപ്പിച്ച 51 പേരുടെ പട്ടികയിൽ യുവതികളായുള്ളത് 17 പേർ മാത്രം. സർക്കാർ സമർപ്പിച്ച 51 പേരുടെ പട്ടികയിൽ പുരുഷന്മാരും 50 വയസ്സ് കഴിഞ്ഞവരും ഉൾപ്പെട്ടത് വിവാദമായതോടെയാണ് പട്ടിക പുനഃപരിശോധിക്കാൻ തീരുമാനിച്ചത്. തുടർന്ന് നിലവിലെ പട്ടികയിൽ നിന്ന് 34 പേരെ ഒഴിവാക്കാൻ ചീഫ് സെക്രട്ടറി ടോം ജോസിന്റെ നേതൃത്വത്തിലുള്ള ഉന്നതതല സമിതി ശുപാർശ ചെയ്തു. സർക്കാർ സമർപ്പിച്ച പട്ടികയിൽ 4 പുരുഷന്മാരും 50 വയസ്സിനുമേൽ പ്രായമുള്ള 30 പേരും ഉൾപ്പെട്ടുവെന്നാണ് സമിതിയുടെ കണ്ടെത്തൽ. ചീഫ് സെക്രട്ടറി, ആഭ്യന്തര അഡീഷണൽ ചീഫ് സെക്രട്ടറി, സംസ്ഥാന പോലീസ് മേധാവി എന്നിവരടങ്ങുന്ന സമിതിയാണ് വിഷയം പരിഗണിച്ചത്. കോടതിയിൽ നൽകുന്നതിന് പട്ടിക തയ്യാറാക്കാൻ കാട്ടിയ തിടുക്കവും കാര്യക്ഷമതയില്ലായ്മയുമാണ് അബദ്ധത്തിന് കാരണമായതെന്നാണ് സമിതിയുടെ വിലയിരുത്തൽ. ശബരിമലയിൽ ദർശനം നടത്തിയ ബിന്ദു, കനകദുർഗ എന്നിവർ മുഴുവൻ സമയ സുരക്ഷ ആവശ്യപ്പെട്ട് സുപ്രീം കോടതിയിൽ സമർപ്പിച്ച ഹർജി പരിഗണിക്കവെയാണ് 51 യുവതികൾ മല കയറിയെന്ന് ചൂണ്ടിക്കാട്ടി സർക്കാർ പട്ടിക സമർപ്പിച്ചത്. വെർച്വൽ ക്യൂ വഴി രജിസ്റ്റർ ചെയ്ത 51 യുവതികൾ മല കയറിയെന്ന് കാട്ടിയാണ് സർക്കാർ പട്ടിക സമർപ്പിച്ചത്. ഇവരുടെ ആധാർ നമ്പറും ഫോൺ നമ്പറും ഇതിൽ ഉണ്ടായിരുന്നു. എന്നാൽ മാധ്യമങ്ങൾ വിളിച്ച് അന്വേഷിച്ചപ്പോൾ പലരും 50 വയസ്സിന് മുകളിൽ പ്രായമുള്ളവരാണെന്ന് കണ്ടെത്തി. തുടർന്ന് പുരുഷന്മാരും പട്ടികയിൽ ഉൾപ്പെട്ട വിവരം പുറത്തായി. ആധാർ, ഫോൺ നമ്പറുകൾ ഉണ്ടായിരുന്നിട്ടും പരിശോധിച്ച് ഉറപ്പുവരുത്താൻ അധികൃതർ മെനക്കെടാതിരുന്നതാണ് പട്ടികയിലെ തെറ്റിദ്ധാരണയ്ക്ക് കാരണമെന്നാണ് വിലയിരുത്തൽ. വാർത്തകൾ ഉടനടി അറിയാൻ ടോപ്പ് ന്യൂസ് കേരള യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ഐക്കൺ അമർത്തി ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യുക.